ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പൂരപ്പറമ്പിൽ പോയി. അപ്പോൾ മച്ചാട് മാമാങ്കാണ്, അവിടെ കുതിരവേലയാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെന്നപ്പോൾ പാർലിക്കാട് ദേശത്തിൻ്റെ കുതിരേനെയാണ് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് കുറേ നേരം കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വീട് പാർലിക്കാടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദേശത്തെ കുതിരയായിരുന്നു, വലിയ കുതിരയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അങ്ങനെ പന്തലൊക്കെ തൊട്ട് കുതിരേനെ അങ്ങനെ നേരെ അമ്പലം ചുറ്റാനാണ് കൊണ്ടുപോകുന്നത്. അമ്പലം ചുറ്റി അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി വെക്കും. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തുനിന്നും കുതിരകളുണ്ടായിരുന്നു, പല കളറിലുള്ള കുതിരകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടന്നു. അപ്പോഴേക്കും അവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ടു. അപ്പോഴേക്കും വേറൊരു ദേശത്തിൻ്റെ ഒരു ചെറിയ കുതിരേനെയും കണ്ടു. അതും നോക്കി നിന്നു. അങ്ങനെ തെയ്യം കാണാൻ പോയി. അപ്പോൾ തെയ്യം കാണാട്ടാ. അപ്പം ഞങ്ങളങ്ങനെ തെയ്യമൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് തെയ്യം കണ്ടു. നല്ല തിരക്കായിരുന്നു, ചുറ്റും ആൾക്കാരായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഓരോരുത്തർ കണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുമ്പോഴാണ് ഞങ്ങളത് കണ്ടത്. അപ്പം അങ്ങനെ കണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ കുരുത്തോല അങ്ങനെ കുട പോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് അതും കുറേ നേരം പല സെറ്റിൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോഴേക്കും സേവഭാരതിയുടെ സംഭാരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. അപ്പോഴേക്കും കോളിഫ്ലവറും ഫുഡ് ഐറ്റംസിൻ്റെ അടുത്ത് പോയി അതൊക്കെ വാങ്ങിച്ചു. കോളിഫ്ലവർ, ഐസ്, കുലുക്കി സർവത്ത് അങ്ങനെ എല്ലാം ചേച്ചിയുടെ ചേട്ടൻ മേടിച്ച് തന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരമൊക്കെ ബിജേഷേട്ടൻ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം കേട്ടോ.